കുറേ കാലങ്ങൾക്ക് ശേഷം ഉള്ള ഫാമിലി ട്രിപ്സ് അടിപൊളിയല്ലേ ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഫാമിലി ട്രിപ്പായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നേക്കുന്നത്. ഇന്നത്തെ നമ്മുടെ യാത്ര ഷിരിഡിയിലേക്ക്. സോ വെൽക്കം ടു അവർ ചാനൽ മോർഫോ ചാൻസ് ആൻഡ് ദിസ് ഈസ് ശ്രീദേവി വിത്ത് യു. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഗോദാവരി പാലമാണ് കേട്ടോ. ഈ കാഴ്ചകളും ഈ ട്രെയിനിലകത്തിരുന്ന് ഇങ്ങനെ കാഴ്ച കണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഷിരിഡി പോവാം എന്നുള്ളത് എൻ്റെ അച്ഛൻ്റെ ഒരു നേർച്ചയായിരുന്നു കുട്ടികളെയും കൊണ്ട്. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഷിരിഡി പോവാന്നുള്ള ഈ ഒരു നേർച്ച ഇന്നാണ് സാധിക്കപ്പെടുന്നത്. സോ നമ്മളിങ്ങനെ ട്രെയിൻ ജേണി, വെരി ലോങ് ജേണി ആയിരുന്നു. സോ അങ്ങനെ നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് അടിച്ചു പൊളിച്ച ഒരു യാത്രയാണ് ഷിരിഡി ട്രിപ്പ്. പോകുമ്പോൾ കുട്ടികൾക്ക് സ്റ്റൊമക്ക് കുറച്ച് അപ്സെറ്റ് ആയതുകൊണ്ട് നമ്മൾ നേരെ അവിടെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ദർശനത്തിനൊക്കെ പോയത്. സോ നമ്മൾ ഹോട്ടലിലെത്തി, എന്നിട്ട് ഫ്രഷപ്പൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ക്ലിനിക്കിലൊക്കെ പോയി, ഹോസ്പിറ്റലിലൊക്കെ പോയി, അവിടെ നിന്ന് മെഡിക്കേഷനൊക്കെ ചെയ്ത് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഈവനിങ് ആയിട്ടാണ് ഷിരിഡി ബാബ ദർശനത്തിന് പോയിരുന്നത്. സോ നമ്മളിപ്പോൾ അങ്ങനെ ഒരു വഴിയിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്, മെഡിസിൻസൊക്കെ വാങ്ങിക്കാനൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ റെഡിയായിട്ട് ഇതാ ഓട്ടോയിൽ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ നിന്ന് നമ്മുടെ ഹോട്ടൽ ടു ഷിരിഡി ടെമ്പിൾ ചെറിയ ഒരു വഴിയേ ഉള്ളൂ. ആക്ച്വലി ഇറ്റ് ഈസ് വാക്കബിൾ ഡിസ്റ്റൻസ്, ബട്ട് സ്റ്റിൽ നമ്മൾ ഓട്ടോയിലാണ് പോയത് ബിക്കോസ് നമ്മളെല്ലാവരും കൂടെ അവിടെ എത്തണം കുട്ടികളെയൊക്കെ കൊണ്ട്. സോ വി തോട്ട് ഓട്ടോയിൽ പോവായിരിക്കും ബെറ്റർ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓട്ടോനങ്ങനെ ഷിരിഡി അമ്പലത്തിലേക്ക് പോയി. അവിടുത്തെ ഓട്ടോകളൊക്കെ നല്ല വലിയ ഓട്ടോസാണ് കേട്ടോ. ബാക്കിലൊക്കെ ബെഞ്ചസൊക്കെ ഇട്ടിട്ടുണ്ട്. സോ എല്ലാവരും ഒരു ഓട്ടോയിൽ തന്നെ ഇരുന്ന് നമ്മളിങ്ങനെ കാഴ്ചയൊക്കെ കണ്ടുപോയി. അപ്പോൾ ലൈറ്റായിട്ട് ഇങ്ങനെ ചെറിയ മഴച്ചാറലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു എൻവയൺമെൻ്റ് ആയിരുന്നു. സ്പെഷ്യൽ പൊട്ടൊക്കെ തൊട്ടുണ്ട് അല്ലേ കുഞ്ഞ? ഇന്ന് നമ്മൾ ഷിരിഡി അമ്പലത്തിൽ വന്നേക്കാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ദോ എൻ്റെ ബാക്കിൽ ഫുൾ ഡ്രസ്സിൻ്റെ കടകളൊക്കെയാണ്. ഭയങ്കര റഷ് ഏരിയയാണ്. എല്ലാവരും ഇതാണ് അമ്പലം. ഇവിടെ ഞങ്ങൾ നമ്മുടെ ഫോണൊന്നും കയറ്റില്ല. അപ്പോൾ നമ്മൾ ഫോൺ കൂടെ കുഞ്ഞിൻ്റെ സ്പെഷ്യൽ പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയായിട്ടുണ്ട്. സോ അങ്ങനെ നമ്മളുടെ ടെമ്പിൾ പരിസരങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. കുറേയേറെ ഷോപ്സ് ഉണ്ട്. അതുപോലെ നമ്മൾക്ക് അവിടെ ഇങ്ങനെ സെയിൽ ചെയ്യാനായിട്ട് കുറേ പ്രസാദം, അതുപോലെ ഉള്ളിലേക്ക് കൊണ്ടുപോകാനായിട്ട് കുറേ ഫ്ലവേഴ്സ്, മാലകൾ, അതുപോലെ ഈ പട്ട്, ഇതെല്ലാം അവിടെ ഉണ്ട്. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അവിടെ നമുക്ക് അലൗഡ് അല്ല. അപ്പോൾ ഗേറ്റിന് പുറത്ത് നമുക്ക് കുറേ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ വിൽക്കുന്നുണ്ട്. നമ്മളറിയാതെ ഈ ഫ്ലവേഴ്സൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ ഗേറ്റിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് അവർ പറയുന്നത് ഇറ്റ്സ് നോട്ട് അലൗഡ് എന്ന്. അപ്പോൾ നമ്മളെ പറ്റിക്കാനായിട്ട് ഇവിടെ ഗേറ്റിൻ്റെ തൊട്ട് അരികെ തന്നെ കുറേ പേര് അവിടെ നിൽക്കുന്നുണ്ട്. ഈവൻ ദേ നോ എവ്രിതിങ്. അവരങ്ങനെ സെയിൽ ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ആ ഫ്ലവേഴ്സൊക്കെ കൊണ്ട് വേസ്റ്റ് ബാസ്ക്കറ്റിലാണ് ഇടുന്നത്. ദാറ്റ് ഈസ് എ സാഡ് പാർട്ട്. സോ നമ്മളങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് പോന്നു കേട്ടോ. നമ്മൾ അധികം പുറത്തൊന്നും സ്പെൻഡ് ചെയ്തില്ല ബിക്കോസ് കുട്ടികൾക്ക് വയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ നമ്മൾ അവിടുത്തെ തന്നെ ശനീശ്വരൻ്റെ അമ്പലത്തിലേക്ക് പോയി. ശനീശ്വരൻ്റെ അമ്പലത്തിലേക്ക് പോയിട്ട് തിരിച്ച് വന്നിട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. പോകുമ്പോൾ നമ്മൾ ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഇതെല്ലാം കഴിച്ച് നമ്മൾ ശനീശ്വരൻ്റെ അമ്പലത്തിലേക്ക് പോയി. അവിടെയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മളധികം ഒന്നും മുംബൈയിൽ കറങ്ങിയില്ല. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ കല്യാണിലേക്ക് പോയി. കല്യാണിൽ നിന്ന് നെക്സ്റ്റ് ഡേ ആണ് ട്രെയിനായിരുന്നു നമുക്ക് രാജമണ്ഡ്രിയിലേക്ക്. സോ കല്യാണിൽ നമ്മുടെ ഒരു മാമനുണ്ടായിരുന്നു, അങ്കിളുണ്ടായിരുന്നു. സോ നമ്മൾ അവരുടെ വീട്ടിലായിരുന്നു സ്റ്റേ ചെയ്തത്. സോ ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ പുറമേ
കുട്ടികളൊക്കെ പോരുന്നതിന് മുന്നേ ഇങ്ങനെ കുറേ ഫോട്ടോ പോസസൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങിയിരുന്നു. സോ അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ വൺ ഓഫ് ദ പാർട്ടാണിത്. സോ ഇഫ് പോസിബിൾ ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ നമ്മുടെ ശനീശ്വരൻ്റെ ടെമ്പിളും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ വിത്ത് അവർ ചാനൽ മോർഫോ ചാൻസ് ആൻഡ് ദിസ് ഇസ് ശ്രീദേവി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ചാനൽ മോർഫോ ചാൻസ്. അതെ ഇതല്ലേ ഇത് സായി വെജിറ്റേറിയൻ